ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് നമ്മൾ ഏക സിവിൽ കോഡിന് വേണ്ടി ശബ്ദിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൻ്റെ ശരീഅത്ത് നിയമം മുസ്ലിം സ്ത്രീകളുടെ ശവപ്പറമ്പാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താണ്? മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം ഒരു രൂപത്തിലും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യനായി അംഗീകരിക്കുക പോലും ചെയ്യുന്നില്ല. ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ പോലും കാലികളോടാണ് സ്ത്രീകളെ ഉപമിച്ചത്. നിങ്ങൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കെതിരെ കറുത്ത കഴുതയോ സ്ത്രീയോ വന്നാൽ അവരെ നിങ്ങൾ എതിരിടണം. അപ്പൊ എന്തിനോടാണ് ഉപമിച്ചത് എന്ന് നോക്കുക. ഇനിയും പരിപാവനമായ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആനിലേക്ക് വന്നാൽ, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ സ്ത്രീയെ യാതൊരു പ്രതികരണ ശേഷിയുമില്ലാത്ത, ഉൽപ്പന്നങ്ങളോട് ഒരു അവകാശവുമില്ലാത്ത വെറും കൃഷിഭൂമിയോടാണ് ഖുർആൻ ഉപമിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നു, സ്ത്രീകൾക്കും പുരുഷനും ഈ ഉയർന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, തുല്യതയ്ക്കു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈക്വാലിറ്റി വേണം. പക്ഷേ മുസ്ലിമായ ഒരാളുടെ മരണം കൊണ്ട് ശേഷിച്ചവർക്ക് ലഭിക്കാവുന്ന അവകാശത്തിന്റെ പേരാണ് അനന്തരാവകാശം. മരണപ്പെട്ട വ്യക്തിയുടെ കടബാധ്യതകൾ മയ്യത്ത് പരിപാലനത്തിനും അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിനുമൊക്കെയുള്ള ചെലവുകൾ കഴിച്ച് ബാക്കി അവശേഷിക്കുന്ന മുഴുവൻ സമ്പത്തുകളും അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടണം. പുരുഷ കേന്ദ്രീകൃതവും പുരുഷനെ ആശ്രയിച്ചു മാത്രം ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തെയും മുൻനിർത്തിയുമാണ് 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമങ്ങൾ മുഴുവനും. ശരീഅത്ത് നിയമങ്ങൾ ഖുർആൻ വ്യാഖ്യാനിച്ച ആളുകളെല്ലാം പുരുഷൻ ജോലിക്ക് പോയി നയിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇതിന് വിശദീകരണങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിന് വിഭിന്നമായി ലോകത്താദ്യമായി ഒരു പക്ഷേ ചിന്തിച്ചു തുടങ്ങിയത് ചേകനൂർ മൗലവി ആയിരിക്കും. ലോകത്തല്ല കേട്ടോ, കേരളത്തിൽ. കാരണം ചേകനൂർ മൗലവിയുടെ അഭിപ്രായ പ്രകാരം പെണ്ണും കലപ്പയെടുത്ത് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയം വന്നാൽ അവൾക്കും പുരുഷന് കൊടുക്കുന്നതിൻ്റെ തത്തുല്യമായ അനന്തരാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു വെച്ചു. കൂടുതൽ പുരോഗമന ചിന്താഗതി പങ്കുവയ്ക്കാൻ പിന്നീട് ആ മനുഷ്യനെ കിട്ടിയില്ല. ശത്രുക്കൾ ആ മനുഷ്യനെ തീർത്തു കളഞ്ഞു. ഡെഡ് ബോഡി പോലും ഇന്നും കിട്ടിയിട്ടില്ല. ആ കാലഘട്ടത്തെ ആസ്പദമാക്കിയാണ് കർമ്മശാസ്ത്ര വ്യാഖ്യാനങ്ങളൊക്കെയും രചിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആനിനെയും പ്രവാചക ചര്യകളെയും കർമ്മശാസ്ത്രങ്ങളെയും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അത് പ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ അനന്തരാവകാശികളാകുന്ന ഭാര്യമാരാകട്ടെ, മകള്, പെൺമക്കള്, സഹോദരിമാര് എല്ലാവർക്കും അതേ ബന്ധത്തിലുള്ള പുരുഷന് ലഭിക്കുന്ന നേർപകുതി അവകാശത്തിന് മാത്രമേ ഈ സ്ത്രീകൾക്ക് അവകാശമുണ്ടാകൂ. ഉമ്മയായിരുന്നാലും കുഞ്ഞുമായിരുന്നാലും മകളായിരുന്നാലും നാത്തൂനായിരുന്നാലും ഭാര്യയായിരുന്നാലും ഏത് നിലയിൽ സ്ത്രീകൾ വന്നാലും സെയിം അവകാശമുള്ള പുരുഷന് ലഭിക്കുന്നതിൻ്റെ പകുതി. ഒരാൾക്ക് മരണനേരം നേരത്തെ തന്നെ മനസ്സിലാക്കിയ രൂപത്തിൽ വസിയത്ത് ചെയ്യാൻ പറ്റും, ബാധ്യതകൾ തീർത്ത്. ഇനിയിപ്പോൾ അയാൾക്ക് ബാക്കിയുള്ളത്, മരിച്ച വ്യക്തിക്ക് ബാക്കിയുള്ളത് ഒരു 100 രൂപയാണെങ്കിൽ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക. ആ 100 രൂപയെ 3 ഓഹരിയാക്കി വെക്കണം. അതിൽ 2 ഓഹരി മകന് കൊടുക്കണം, 1 ഓഹരി മകൾക്കും. ഇപ്പോൾ 100 രൂപയെ 3 ഓഹരി വെക്കുമ്പോൾ 2 ഓഹരി പുരുഷന്, അതായത് 66 രൂപ മകന്, 33.33 രൂപ മകൾക്ക്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമാണോ? 1 കോടി രൂപയാണുള്ളതെങ്കിൽ 66,67,000 മകന്, 33 ലക്ഷത്തി സംതിങ് മാത്രം മകൾക്ക്. എല്ലാ ബന്ധങ്ങളിലും സ്ത്രീകളാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണ്. ഭാര്യ മരിച്ചാൽ, മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് അവശേഷിച്ച സ്ത്രീയുടെ സമ്പത്തിൽ നിന്ന് 4/1 കിട്ടും. അതേപോലും പുരുഷനാണ് മരിച്ചതെങ്കിൽ 8/1 സ്ത്രീകൾക്ക് കിട്ടും. 4/1 അതിൻ്റെ ഇരട്ടി, 8/1 പുരുഷന്.
ഇനിയും ഇതേ ഓഹരി മക്കളില്ലാത്ത ഒരു വ്യക്തിയാണ് മരിച്ചതെങ്കിൽ ഭാര്യയുടെ ആസ്തിയിൽ ഭർത്താവിന് പകുതി ലഭിക്കും. പക്ഷെ മക്കളില്ലാത്ത ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് പകുതി കിട്ടില്ല, അതിൻ്റെയും പകുതിയെ കിട്ടും. ഭാര്യമാർക്ക് എല്ലാവർക്കും ചേർന്ന് 1/4 ഓഹരി മാത്രമേ അവകാശം കിട്ടൂ, കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിലും ശരി. ഇത് തന്നെയാണ് സഹോദര സഹോദരി ബന്ധങ്ങളിലും ബാധകമാകുന്നത്. സഹോദരൻ ലഭിക്കുന്നതിൻ്റെ പകുതി സഹോദരിക്ക്. ഇനി മക്കളിൽ ആൺമക്കൾ ഇല്ലാതെ വന്നാൽ ആകെ ഒരു മോളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആകെ സ്വത്തിൻ്റെ പകുതി അവകാശത്തിന് മാത്രമേ ആ കുട്ടിക്ക് അവകാശം കിട്ടൂ. 1-ൽ കൂടുതൽ പെൺമക്കൾ വന്നാൽ അവരുടെ അവകാശം ആകെ ആസ്തിയുടെ 2/3 ഭാഗം മാത്രമാണ്. എന്നാൽ ആൺകുട്ടി ഒന്നായാലും 1-ൽ കൂടുതലായാലും ആ മരിച്ച വ്യക്തിയുടെ മുഴുവൻ ആസ്തിയും ആ മക്കൾക്ക് ലഭിക്കും, ആൺമക്കൾക്ക് ലഭിക്കും. ഇന്ത്യയിൽ ഷിയ മുസ്ലിങ്ങൾക്ക് പെൺകുട്ടിയോ ആൺകുട്ടിയോ മാത്രമുണ്ടായാൽ മുഴുവൻ ആസ്തിയും അവർക്ക് ലഭിക്കുമെന്ന് ഇതേ ഖുർആൻ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ കോടതികളിൽ വിധികൾ നേടിയിട്ടുണ്ട്. ആധുനിക കാലത്ത് സിം കാർഡ് മുതൽ മൊബൈൽ പാസ്വേഡ് വരെ അനന്തര സ്വത്തുക്കളായി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ ഒരൊറ്റ മകളോ അതല്ലെങ്കിൽ 1-ലേറെ മക്കളോ മാത്രമുള്ള ഒരു കുടുംബം ആ അനന്തര സ്വത്ത് അനുഭവിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാരാബ്ദങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും നിയമപരമായിട്ട്. ഈ ഓഹരി രീതി വ്യക്തമാക്കുന്നത് തീർത്തും പുരുഷ കേന്ദ്രീകൃതമായ സാമൂഹ്യ വ്യവസ്ഥയിൽ രൂപം കൊണ്ട ഒരു നിയമം കാലാനുസൃതമായ വായനയ്ക്കും അനുഭവത്തിനും വിധേയമാകാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളാണ്. നമ്മൾ സ്വാംശീകരിച്ച ആധുനിക മൂല്യബോധം 1948 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനവും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കും അന്തസ്സാർന്ന ജീവിതത്തിനുമുള്ള അവകാശത്തോടൊപ്പവും ചേർന്നു പോകുന്നതല്ല. കടുത്ത സ്ത്രീ വിരുദ്ധതയുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, വിവേചനങ്ങളുണ്ട്, പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാകും. ഈ അനന്തരാവകാശത്തിന്റെ പാറ്റേൺ എന്താണെന്ന് തലച്ചോറുള്ളവർക്ക് മനസ്സിലാകും, പെൺമക്കൾ മാത്രമുള്ളവർക്ക് പ്രത്യേകിച്ച്. ഈ ഓഹരി അവകാശങ്ങൾ കടുത്ത ലിംഗ വിവേചനവും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണ്. തന്നെയുമല്ല ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതുമാണ്. കാരണം മകന് കിട്ടുന്നതിൻ്റെ പകുതി മകൾക്ക്, ഇത് ശരിയാകത്തില്ലല്ലോ. നമ്മൾ ഈക്വാലിറ്റി കൊടുത്തിട്ടല്ലേ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ വിവേചനം 1947 സ്വാതന്ത്ര്യം ലഭിച്ച 1949 ഭരണഘടന അംഗീകരിച്ച 1950 റിപ്പബ്ലിക്കായ ഒരു രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന അനീതിയും വിവേചനവും പൊതുസ്ഥലങ്ങളിൽ ചർച്ച പോലും ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. പരിതാപകരമാണ്. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് മതം മാത്രം അരച്ച് കലക്കി കുടിക്കുകയും കൂട്ടിയിട്ട് കത്തിച്ച് പുക ശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ നിയമമാണ് എല്ലാ കോടതികളും ശരീഅത്ത് നിയമമായി എടുക്കുന്നത്. ഇത് മുഴുവനും സ്ത്രീ വിവേചനത്തിന് കുടപിടിച്ച് നിൽക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്ത്രീകൾക്കും അതുപോലെ സ്ത്രീപക്ഷ നിലപാടുകൾക്കും കാലാകാലങ്ങളായി സ്വീകരിക്കാറുണ്ടെങ്കിൽ പോലും ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ ഈ 77 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. ഇത് ലജ്ജാകരമാണ്. മതനിയമങ്ങൾ പോലും ശരീഅത്ത് നിയമം വലിച്ചെറിഞ്ഞ് ആധുനികതയിലേക്ക് കുതിക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കുക തന്നെ വേണം. മതം വിശ്വസിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അനുവാദം നൽകുന്ന ഒരു ഭരണഘടന, ആ അവകാശത്തിന്റെ മറവിൽ പുരുഷൻ നേടുന്ന സാമ്പത്തികവും മാനസികവുമായ ആധിപത്യത്തെ അനുവദിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് നമ്മുടെ കോടതികൾക്ക് ഇനിയും ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. 1950 നമ്മുടെ പാർലമെന്റ് സ്പെഷ്യൽ മാരേജ് ആക്ട് അംഗീകരിച്ചത്. ഈ ആക്ടിലെ 4, 15 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വിവാഹം നടത്തുക. 4-ാം വകുപ്പ് പുതുതായി വിവാഹം കഴിക്കുന്നവർക്കാണെങ്കിൽ വകുപ്പ് 15 നേരത്തെ മറ്റു രീതിയിൽ വിവാഹം കഴിച്ചവരുടെ വിവാഹം ഇതേ നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വകുപ്പാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് 15 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതോടെ ആചാര മത വിവാഹിതരുടെ അവകാശങ്ങളിൽ മാറ്റം വരും. 6-ാം നൂറ്റാണ്ടിലെ ആ ഗോത്ര നിയമം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനുഷിക പരിഗണന ആണിനും പെണ്ണിനും നൽകുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ മതി എന്ന് പറഞ്ഞ് അഭ്യസ്തവിദ്യരായ ജനത മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. കാരണം അവർക്കറിയാം
6-ാം നൂറ്റാണ്ടിൻ്റെ മതനിയമമൊന്നും ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടിക്ക് ഒരു 2 ചിക്കൻ പീസ് കൊടുത്തിട്ട് പെൺകുട്ടിക്ക് 1 പീസ് കൊടുത്തു നോക്കിക്കേ, അവളുടെ അവകാശത്തിന് വേണ്ടി നമ്മളോട് പൊരുതും. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, പൊതുബോധമുണ്ട്, അവർക്ക് സമത്വ ചിന്താഗതിയെക്കുറിച്ച് അറിയാം. പെരുന്നാളിന് നിങ്ങളൊന്ന് ടിപ്പ് കൊടുത്തു നോക്ക്. ആൺകുട്ടിക്ക് നിങ്ങളൊരു 100 രൂപയും പെൺകുട്ടിക്ക് 50 രൂപയും കൊടുത്തു നോക്ക്, അവൾ വാങ്ങുമോ എന്നറിയാമല്ലോ. നമ്മുടെ മക്കൾക്ക് വെളിവും വിദ്യാഭ്യാസവും ബോധവും യുക്തിയും വച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ഈ കാലാനുസൃതമായി ഇത്തരം ശരീഅത്ത് നിയമങ്ങൾക്കൊക്കെ മാറ്റം വരേണ്ടത് അനിവാര്യമാണ് എന്നൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുക. നന്ദി.